ഹലോ ഗായ്സ്, ഞാനും ചെയ്യാൻ പോകുന്നത് ആട് കപ്സയാണ്. അതിലേക്ക് ആട് കഴുകി നല്ലതുപോലെ വെള്ളത്തിൽ നല്ല വൃത്തി ചൂടാക്കി അതിൻ്റെ വേസ്റ്റ് കളഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി, മട്ടൻ മസാല, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ അതിന് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, തക്കാളി, ഉണക്കനാരങ്ങ, ഏലക്ക, പട്ട, പൂവ്, ഗ്രാമ്പ് ഇതെല്ലാം ഇട്ട് തേച്ച് പുഴുങ്ങാൻ വയ്ക്കുക. ഇത് പ്രത്യേകിച്ച് കപ്സ ഉണ്ടാക്കാൻ വേണ്ടി ചോറ് വയ്ക്കാനാണ് അടുത്തത്. അതിലേക്കായി ഉള്ളി, ഉണക്കനാരങ്ങ, ക്യാപ്സിക്കം, ഏലക്ക, ഗ്രാമ്പ്, ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്, ടൊമാറ്റോ പേസ്റ്റ് ഇതെല്ലാം കൂടെ ഓയിലിൽ വഴക്കിയതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാകത്തിന് അത് കണക്കാക്കി വെള്ളം ഒഴിക്കുക. അരി എത്ര ഇട്ടോ അത് കണക്കാക്കി വെള്ളം ഇടുക. അതിനുശേഷം ടേസ്റ്റിന് മാഗിയും ഉപ്പ് പാകത്തിന് എന്നിട്ട് കഴുകി വെച്ചിരുന്ന അരി അതിൽ കൂടെ ഇട്ട് ചോറാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇറച്ചിയെ അതിൽ നിന്ന് കോരി ഓവനിലോട്ട് ടൊമാറ്റോ പേസ്റ്റ് കുറച്ച് കലക്കി അതിനെ മീതെ ഒഴിച്ചതിന് ശേഷം കളറാക്കി ഓവനിൽ വയ്ക്കുക. അത് മൊരിഞ്ഞതിന് ശേഷം ഇനി ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കണം. ചോറ് ഓൾറെഡി ഞാൻ അടുത്ത ഒരു ചെമ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഓവനിൽ വയ്ക്കാനാണ് പ്രത്യേകിച്ച് ഇറച്ചി. ഒന്ന് ഓവനിൽ വെച്ചാൽ ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി ഈ ചോറ് നമുക്ക് എങ്ങനെ അത് ഒന്ന് കോരി അതിൽ കൂടെ ഇറച്ചിയുടെ കൂടെ ഒന്ന് സെറ്റാക്കണം. അത് ഇറച്ചി ഒന്നും കൂടി കുറച്ചും കൂടി ഒന്ന് ചോക്കാനുണ്ട്. അതിലേക്ക് ഓവനിൽ വെച്ചതിന് ശേഷം കണ്ടില്ലേ, ഇനി അടുത്തത് ചോറ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ചോറിനെ സെറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഓവനിൽ വയ്ക്കാൻ ഒരു 15 മിനിറ്റ് മതി. ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. അതിനെ നമ്മൾ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. കണ്ടില്ലേ, ഇതാണ് കപ്സ. ഇന്ത്യൻ കപ്സ അല്ല, ഇത് ഗൾഫിലെ കപ്സയാണ്. ഒരുപാട് മാറ്റം ഉണ്ടാവും. ഇത് അറബി കപ്സയാണ്. ആട് നല്ല മൊരിഞ്ഞതിന് ശേഷം ആട് നമ്മൾ അതിലേക്ക് കോരി വയ്ക്കുകയാണ്. കണ്ടില്ലേ, സെറ്റ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക, സൂപ്പറാണ്. കണ്ടില്ലേ, ഇനി ചോറും കൂടെ ഒന്ന് മീതെ കുറേ സെറ്റ് ചെയ്ത് വയ്ക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞ് അതിൻ്റെ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. കണ്ടില്ലേ, ഇപ്പം എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? ഇതാണ് ആട് കപ്സ.